ഹായ് വിവേഴ്സ്, വെൽക്കം ടു അമൃതാസ് വേൾഡ്. ഞാനിന്നൊരു എണ്ണക്കടി പലഹാരമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് വൈകുന്നേരം നമുക്ക് ചായൻ്റെ ഒപ്പം കഴിക്കാൻ വളരെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. അത് നമുക്ക് സ്വീറ്റായിട്ടും ഉണ്ടാക്കാം, അതല്ലെങ്കിൽ കറി വെച്ചും ഉണ്ടാക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 2 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ എത്രയാണോ ഉണ്ടാക്കുന്നത് അതിനനുസരിച്ചിട്ട് നമുക്ക് വെള്ളം കൂട്ടി കുറച്ചും ചെയ്യാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തു. പിന്നെ ഇതിലേക്ക് ഒരു 1/4 ടേബിൾ സ്പൂണ് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഇടുന്നത് റവ സജ്ജികയാണ്. അപ്പോൾ ഇവിടെ 2 ഗ്ലാസ് റവയാണ് ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇനി സ്റ്റവിൽ തീ ഓൺ ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് നന്നായി ഇളക്കി കൊടുക്കാം. ഇത് ചെറുതായിട്ട് വെന്ത് കിട്ടുന്നത് വരെ നമുക്കിത് ഇതുപോലെ ഇളക്കി കൊടുക്കാം. അടി പിടിക്കാതെ നോക്കണം. അപ്പോൾ കൂടുതൽ ശ്രദ്ധയോടെ ഇതുപോലെ മിക്സ് ചെയ്ത് എടുക്കണം. ഇതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നത് കൊണ്ട് നല്ല കളറും കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ അല്പം തീ ഓഫ് ചെയ്യാം. ഇത് കുറച്ച് തണിഞ്ഞതിന് ശേഷം നമുക്കിത് ചപ്പാത്തി ഉണ്ടാക്കുന്നത് പോലെ ബോൾസാക്കി എടുക്കാം. ഇവിടെ ഞാനെല്ലാം ഇതുപോലെ ഒരേ അളവിലുള്ള ബോൾസാക്കി എടുക്കുന്നുണ്ട്. നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ഈ അമൃതാസ് വേൾഡ് എന്ന ചാനൽ കാണുന്നതാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. അതുപോലെ നിങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കാൻ പാടില്ല. അപ്പം എനിക്കിത് എല്ലാം ബോൾസാക്കി മാറ്റിക്കഴിഞ്ഞു. ഇനിയാണ് നമ്മൾ ഇതിനെ ചപ്പാത്തി പോലെ പരത്താൻ പോകുന്നത്. ഇനിയാണ് നമുക്ക് ഇതിന് വേണ്ട ഫില്ലിങ് റെഡിയാക്കേണ്ടത്. അപ്പോൾ ഞാൻ കുട്ടികൾക്ക് ഉണ്ടാക്കുന്നത് കൊണ്ട് ഇവിടെ ചിരകിയ തേങ്ങയും അതേപോലെ ശർക്കര അല്ലെങ്കിൽ വെല്ലം എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഇതുപോലെ പൊടിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം. അതിന് ശേഷം ഞാനിവിടെ ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചപ്പാത്തി മേക്കർ എടുത്തിട്ട് അതിലേക്ക് പ്ലാസ്റ്റിക് കവർ വെച്ചുകൊണ്ട് ഈ ബോൾസ് വെച്ചിട്ട് പ്രസ് ചെയ്യാൻ പോകുന്നുണ്ട്. ഇതുപോലെ പ്രസ് ചെയ്തതിന് ശേഷം നമുക്ക് ഇങ്ങനെ പറ്റി വെച്ചിരിക്കുന്ന ഈ മാവിൻ്റെ നടുവിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന വെല്ലം തേങ്ങയും ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് വേണ്ട ഷേപ്പിലിത് മടക്കിയെടുക്കാം. അതല്ലെങ്കിൽ ഈ വെല്ലം തേങ്ങ തന്നെ ആവണമെന്നില്ല, സ്വീറ്റ് ഇഷ്ടമില്ല എന്നാണെങ്കിൽ അതിന് പകരം നമുക്ക് സമോസയിൽ വെക്കുന്നത് പോലെ എന്തെങ്കിലും കറി ഉണ്ടാക്കിയിട്ടും ഇതുപോലെ വെച്ച് ഒട്ടിച്ച് കൊടുക്കാം. ഇനി എല്ലാം ഇതുപോലെ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം അപ്പോൾ അതിൻ്റെ സൈഡ് ഞാൻ ഫില്ല് ചെയ്ത് കുറച്ച് കൂടിപ്പോയത് കൊണ്ട് സൈഡ് ഒട്ടാൻ കുറച്ച് പണിയായി. പക്ഷേ അതിൻ്റെ ഉള്ളിൽ അളവിൻ്റെ അനുസരിച്ചിട്ട് നമുക്ക് ഫില്ല് ചെയ്ത് കൊടുത്തെങ്കിൽ ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഉണ്ടാവില്ല. അപ്പോൾ എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി നമുക്ക് ഇത് എണ്ണയിൽ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ ആവശ്യത്തിനുള്ള ഓയിൽ വെച്ചിട്ടുണ്ട്. ഓരോന്നായിട്ട് ഇതുപോലെ ഇട്ട് അതിൻ്റെ 2 സൈഡും ഫ്രൈ ആവുന്നത് പോലെ ആക്കിയെടുക്കാം. അപ്പോൾ നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആവുമ്പോൾ നമുക്ക് അത് കോരി മാറ്റി വെക്കാം. അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ ഇഷ്ടമാവുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ നമുക്ക് ഏത് ഫില്ല് ചെയ്ത് വേണമെങ്കിലും ഈ സ്നാക്സ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു.
ഞാനിതൊന്ന് പൊട്ടിച്ച് കാണിക്കാം. ഇതിൻ്റെ അകത്ത് എത്ര ഭംഗിയായിട്ടാണ് നമുക്ക് കഴിക്കാൻ കിട്ടുന്നതെന്ന് കാണിച്ചു തരാം. ഇത് സ്വീറ്റാണ്, കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.